Hello everyone, welcome back to Sandhya's Kitchen World. ഇന്നത്തെ റെസിപ്പി ഒരു എഗ് ഫിംഗർ ആണ്. ഈവനിംഗ് സ്നാക്ക് ആയിട്ടും ഒരു സ്റ്റാർട്ടർ ആയിട്ടൊക്കെ നമുക്കത് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എഗ്ഗ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് എഗ്സ് ഇട്ട് കൊടുക്കണം. ഒരു 7 തൊട്ട് 8 എഗ്സ് വരെ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു പരന്ന പാത്രം എടുത്ത് വെക്കണം. ആ പാത്രം ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ഒരു 20-25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യുമ്പോൾ എഗ്ഗ് ഒഴിച്ച പാത്രത്തിന് മുകളിൽ വേറൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. എഗ്ഗ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ വേഗം വിട്ടുപോരും നമുക്ക്. ഇനി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഒരു ഫിംഗർ ഷേപ്പിൽ നീളത്തിൽ വേണം അത് മുറിച്ചെടുക്കാൻ. നിങ്ങൾക്ക് എഗ്ഗ് കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് കനം കുറഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. അത് ഒരു ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ. ഇനി അത് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറൊരു ബൗളിൽ ഒരു എഗ്ഗ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെക്കണം. അത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എഗ് പീസ് എടുത്തിട്ട് ആദ്യം മൈദയിലിട്ടിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും എഗ്ഗിൽ മുക്കണം. അതിനുശേഷം ഒന്നുകൂടി ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എഗ് ഫിംഗറിൻ്റെ മുകളിൽ കോട്ടിങ് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി അത് ഒരു 20-25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഫ്രിഡ്ജിൽ എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ എഗ്ഗിൽ നമ്മൾ ആദ്യം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കോട്ടിങ് നന്നായി അതിൽ പിടിച്ചു കിട്ടും. അല്ലെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ കോട്ടിങ് ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ എഗ് ഫിംഗേഴ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി എഗ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്